ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ബർത്ത്ഡേക്ക് അങ്ങനെ സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ ഡേയും ഇങ്ങനെ തന്നെ കടന്നുപോയി. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേയെങ്കിലും നന്നായിട്ട് ആഘോഷിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, പക്ഷെ എന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഇടാനുള്ള ഡ്രസ്സ് വരെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇടാൻ വേണ്ടി പറ്റിയില്ല, എന്തോ അറിയില്ല. യോഗ ഇല്ലയെന്ന് വിചാരിക്കുക, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക. എനിക്ക് ഇപ്രാവശ്യം കറക്റ്റായിട്ട് ഈ ബർത്ത്ഡേയുടെ സമയമായപ്പോൾ നല്ല പനിയായി. ഇന്നലെ ഒരു ഹോസ്പിറ്റലിൽ പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലായിരുന്നോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെ അമ്പലത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചു. അമ്മ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ പോയിട്ടുള്ള ചന്ദനമൊക്കെ ഇട്ടത് ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയാണ് കേട്ടോ. ഇവിടെ മിക്ക ദിവസങ്ങളിൽ ഗോതമ്പിൻ്റെ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ തേങ്ങ അരച്ചിട്ടുള്ള ഒരു പടവലങ്ങ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. ഇത് മാർച്ച് 16 തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കറി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കറ പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു നേരെ മെഡിസിൻ കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഇങ്ങനെ ആകെ 2 മെഡിസിനാണുള്ളത്. പാരസെറ്റമോളാണ് കേട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ ഏതൊരു ഗുളികയും കൂടി ഉണ്ടായിരുന്നു, ജലദോഷത്തിൻ്റെ ആയിരിക്കും എന്ന് വിചാരിക്കണോ. അങ്ങനെ മരുന്നൊക്കെ കഴിച്ചു. ഇനി ആകെയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ തുണി വെട്ടുക തുണികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അമ്മ രാവിലെ ഇരുന്നിട്ടും രാത്രി ഇരുന്നിട്ടൊക്കെ ഫുള്ള് തയ്ക്കണോണ്ട് അതിങ്ങനെ അലമ്പായിരിക്കും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അമ്മ വേഗം ഓടുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഈ പണിയൊക്കെ എനിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടുക്കി പൊറുക്കി വെക്കണം. അമ്മ എനിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് ഡ്രസ്സൊക്കെ തയ്ച്ചു തന്നായിരുന്നു കേട്ടോ. പക്ഷേ അതിടാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേറ്റിട്ട് കുളിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. ഭയങ്കര പനിയായിട്ട് തല നനച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് മേലൊഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അമ്മ രാവിലെ പോയതുകൊണ്ട് തന്നെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ. ഭയങ്കര ബോറടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. മലപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിൽക്കാനുള്ള സാഹചര്യത്തിൻ്റെ പ്രശ്നം കാരണം എനിക്ക് അങ്ങോട്ട് പോകാനും തോന്നുന്നില്ല കേട്ടോ. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. പിന്നെ ഞാൻ പുറത്തേക്കുള്ള ജോലിക്ക് എന്താ ട്രൈ ചെയ്യാത്തതെന്ന് കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരാളുടെ കീഴിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്തുള്ള പ്രഷറും കാര്യങ്ങളൊന്നും എനിക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ ജോബ് കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാതിരുന്നത്. പിന്നെ അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് നമ്മുടെ ഈ ആർട്ടിസ്റ്റ് മേഖല എന്ന് പറയുന്നത്. മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 9 to 6 മണി വരെയുള്ള വർക്ക് മാത്രമാണ് ജോലി എന്നുള്ളത് ചില ആളുകളുടെ ഒരു കാഴ്ചപ്പാട് വളരെ തെറ്റാണ് കേട്ടോ. അതങ്ങനെയൊന്നുമല്ല. നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ജോബ്, ഇപ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസ് ആയാലും അങ്ങനെ ഒരു ബിസിനസ് റിലേറ്റഡ് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. നമ്മൾ പുറത്തേക്ക് ഒരു കസ്റ്റമർ എന്ന രീതിയിൽ പെരുമാറുന്ന സമയത്ത് റിലേറ്റീവ്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് അത്രയും ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പ് പോലും മുതലെടുക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഡീറ്റെയിൽസിൻ്റെ പൈസയെങ്കിലും തന്നാൽ മതി, ഞാൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോലും തള്ളയും മക്കളും കുറേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, നക്കാതെ കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന കുറേ റിലേറ്റീവ്സിനെ എനിക്കറിയാം കേട്ടോ. പേഴ്സണലി അത് എത്രമാത്രം നമ്മളെ ഹേർട്ട് ആകുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും അറിയാൻ പറ്റുന്നില്ല. മെറ്റീരിയൽസ് മേടിക്കാനായാലും അതുപോലെ തന്നെ ഓരോ സാധനം ചെയ്യാനായാലും സമയമായാലും നമ്മുടെ എത്രമാത്രം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയില്ലാഞ്ഞിട്ടാണോ അതിനിപ്പോൾ അറിയാതെ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാറുള്ളതും വർക്ക് പിടിക്കാറുള്ളത്. തലേ ദിവസം മെസ്സേജ് അയച്ചിട്ട് ഹലോ ഹായ് എന്തൊക്കെയുണ്ട്, എവിടെയാണ്, വീട് എവിടെയാണ്, പേരെന്താണെന്ന് ചോദിക്കുന്ന ആളുകൾ പോലും പിറ്റേ ദിവസം നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തുതരോ ചോദിച്ചിട്ടുള്ള നല്ല കോമഡി ആയിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയങ്കരമായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളെന്നാണ് അവകാശപ്പെടുന്നത്. അവരൊക്കെ ശരിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഈ കണ്ട സാരി കണ്ടോ? ഈ സാരി എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എനിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ആരും തരാനുണ്ടായിരുന്നില്ല എന്നുള്ളത് അന്ന് എനിക്ക് അത്ര സങ്കടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരുന്നു കേട്ടോ എനിക്കിഷ്ടം. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തുകൊണ്ടാണ് എനിക്കൊരു ഗിഫ്റ്റ് തരാത്തത്, അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവാത്തത്. അതിനുശേഷം ഞാൻ 2022 ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ കാണുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത്. അതും സെയിം ഇതേപോലത്തെ ഒരു കളർ തന്നെയാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ധാവണി പിക്ചറാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ഇയർ കഴിയും തോറും ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്, നീ പണ്ടത്തെ പോലെ അല്ല, നീ ഭയങ്കര സെൽഫിഷാണ്, നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് എന്നെ ഇങ്ങനെ ആക്കി മാറ്റിയെന്ന് അവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് കേട്ടോ സത്യാവസ്ഥ. ഞാൻ നേരത്തെ എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി എടുത്ത സാരി എന്ന് പറഞ്ഞില്ല, അതിൻ്റെ ബ്ലൗസാണ് കേട്ടോ ഇത്. നല്ല ഗിൽറ്റ് ഉള്ളതാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ.
ഞാൻ അങ്ങനെ ഗിൽറ്റ് ഉള്ളത് അധികം ഇടാറില്ല. അപ്പോൾ ഞാനിത് യൂസാക്കി നോക്കിയിട്ട് എന്താണെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചതായിരുന്നു. അവിടേക്ക് വേണ്ടി തയ്ച്ചു തന്നത് വേറൊരു ചുരിദാറിൻ്റെ പീസാണ് കേട്ടോ. അത് പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് കാണുന്നത് മൊത്തം തയ്ക്കാനുള്ളതാണ് കേട്ടോ. എപ്പോഴും ഇത് ഇവിടെ തന്നെ ആയിരിക്കും. ഞാൻ ഈ ഒതുക്കി വെക്കണമെന്ന് നോക്കണ്ട, കാരണം വൈകുന്നേരം വന്നിട്ട് ഇതെല്ലാം എൻ്റെ അമ്മയ്ക്ക് തയ്ക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് എന്തൊക്കെയോ തട്ടിക്കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പണി ചെയ്തതിന് ക്ഷീണം കൊണ്ട് വേർത്തൊലിച്ചാന്ന്. ഒരിക്കലും അല്ല. എനിക്ക് ആലപ്പുഴ വന്നതിന് ശേഷം ഭയങ്കര ചൂടുപോകയാണ് കേട്ടോ. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ ക്ലൈമറ്റ്. മലപ്പുറത്ത് നിന്ന സമയത്ത് എനിക്ക് ഇത്രയും ക്ലൈമറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫാൻ ഇല്ലാതെ ഇപ്പോൾ ഒട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വേർത്തൊലിക്കുന്നുണ്ട്. കുറേ നേരം ഫാനിൻ്റെ ചോട്ടിൽ നിൽക്കണം കേട്ടോ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആലപ്പുഴയിലാണ് കൂടുതലും കായലുകളും കുളങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്കിവിടെ ഭയങ്കര ചൂടായിട്ടാണ് തോന്നുന്നത്. ഉച്ചയായിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കണു. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആവാനായിട്ട് ടൈം ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞാൽ അമ്മ വരും. അങ്ങനെ അമ്മയൊക്കെ വന്നതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പപ്പായ കഷ്ണമാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് അങ്ങനെ വിശക്കാത്തതുകൊണ്ടും പിന്നെ വാവുള്ളും കയ്പ്പായത് കാരണം ഞാൻ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പപ്പായക്ക് നല്ല മധുരമാണെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ പനി ആയതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ മധുരമൊന്നും അറിയാൻ പോലും പറ്റുന്നില്ല. പിന്നെ വിശപ്പുള്ളത് കൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം വരുന്ന സമയത്ത് നമുക്ക് പായസം ഉണ്ടാക്കിയിട്ട് അപ്പുറത്തിപ്പുറത്തേക്ക് കൊണ്ട് കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. ആഘോഷമായിട്ട് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആ സേമിയ ഇരിക്കണതുകൊണ്ടും പാലിവിടെ ഉള്ളതുകൊണ്ടും നമുക്കൊരു പായസം വെക്കാമെന്ന് വിചാരിച്ചു. സേമിയ പായസം എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. മിക്ക ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ പായസം വെക്കണ സമയത്ത് സേമിയ പായസം ആയിരിക്കും കേട്ടോ. അപ്പോൾ സേമിയ പായസം കഴിച്ച് എനിക്ക് എന്തോ സേമിയ പായസം അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഇങ്ങനെ അത്യാവശ്യം വേണ്ടോളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ.